55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച നടൻ മമ്മൂട്ടി ഫോർ ഭ്രമയുഗം. ഇതിലൊരുപാട് പേർക്ക് സീനുണ്ട്. ഓക്കെ, ബിക്കോസ് ആസിഫ് അലി ഉണ്ടായിരുന്നു അപ്പുറത്ത്, ടൊവിനോ വാസ് ദേർ, ARM, നമ്മളുടെ കിഷ്കിന്ധാകാന്ഡം, അങ്ങനെ കുറച്ച് ഒരുപിടി നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു ഇയറായിരുന്നു. സോ അതിൻ്റെ പേരിൽ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പേരുടെ മുറുമുറുപ്പും, പിന്നെ അറിയാലോടെ ഭരിക്കുന്ന പാർട്ടിയും മമ്മൂക്ക എല്ലാം കൂടി ആകുമ്പോൾ ഞമ്മൻ്റെ ആക്കന്നെ കൊടുത്തു എന്നുള്ള സ്കീമുണ്ട്. ബട്ട് ഫോർ മീ വെൽ ഡിസേർവിങ് ആണ്. ബിക്കോസ് കൊടുമൻ പോട്ടി വാസ് ഹാർഡ്. അതും മമ്മൂക്ക, ഞാൻ ഏജ് പറയുന്നൊന്നുമല്ല, ഓൺ ദിസ് ഏജ് അത് ഭീകര എഫേർട്ടടി, ഒരു രക്ഷയില്ലാത്തൊരു എഫേർട്ടാണത്. അത് നമുക്കൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിൽ ഇപ്പം ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ളത് വേടന് കിട്ടിയ അവാർഡാണ്. ഗാനരചയിതാവ്, മികച്ച ഗാനരചയിതാവ് വേടനാണ്. മഞ്ഞുമൽ ബോയ്സിലെ സോങ്ങാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. അതിലേക്ക് നമുക്ക് വരാം, ആ കോൺട്രവേഴ്സിയിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഇവിടെ ആരും ചർച്ച ചെയ്യാത്തൊരു ഐറ്റം ഉണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് മികച്ച സ്വഭാവ നടൻ സൗബിനാണ് മഞ്ഞുമൽ ബോയ്സിന് കൊടുത്തിട്ടുള്ളത്. ശരിക്കും അതെനിക്ക് എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ആയില്ല. ബിക്കോസ് കിഷ്കിന്ധാകാന്ഡത്തിൽ വിജയരാഘവൻ ചെയ്തു വെച്ച ഐറ്റം, കിഷ്കിന്ധാകാന്ഡം പലരും പറയുന്നുണ്ട് ആസിഫ് അലിക്ക് മികച്ച നടൻ എന്തുകൊണ്ട് കൊടുത്തില്ല, മമ്മൂക്കാക്ക് കൊടുത്തു, സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത്, കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞ സിനിമ ഫുള്ളാവണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിയത്, എല്ലാ സിനിമയിലും എല്ലാവരുടെ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ബട്ട് ദിസ് സിനിമ ഫോർ മീ ആസിഫ് അലി ആൻഡ് ഈക്വൽ ആസിഫ് അലിയുടെ അത്ര തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ് നമ്മുടെ വിജയരാഘവൻ. അപ്പോൾ വിജയരാഘവനും ആസിഫ് അലിയും കൂടിയുള്ളൊരു കോൺട്രിബ്യൂഷനും പിന്നെ ആ മൊത്തം സിനിമ എടുത്തു വെച്ചൊരു പാറ്റേണും എല്ലാം കൊണ്ടുമാണ് അത് ഭയങ്കര ഇമ്പ്രസീവ് ആവുന്നത്. എല്ലാ സിനിമകളും അങ്ങനെയാണ്, ഹിറ്റ് അടിക്കുന്ന എല്ലാ സിനിമയും ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ്. ബട്ട് ഭ്രമയുഗം ഒരു പടിക്ക് മുകളിലാണ് അതിലെ പെർഫോമൻസ്. ആ പോറ്റിയുടെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് അത്ര കൺവിൻസിങ് അല്ലെങ്കിൽ നമുക്ക് ആ പടം ഭയങ്കര ഷോ കൊടുക്കും. മനസ്സിലായോ? അപ്പം ഞാൻ എഗെയിൻ പറഞ്ഞു വന്നത്, മികച്ച സ്വഭാവ നടൻ ഫോർ മീ ഇറ്റ്സ് വിജയരാഘവൻ ഫോർ ദിസ് കിഷ്കിന്ധാകാന്ഡം. എക്സെപ്ഷണൽ സാധനം, എക്സെപ്ഷണൽ സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം. നമുക്ക് ആ പടം കണ്ടിറങ്ങുമ്പോഴല്ലോ വിജയരാഘവൻ്റെ ക്യാരക്ടർ, ഇത് ഇപ്പം സംസാരിക്കുമ്പോൾ പോലും മനസ്സെന്ന് പോലും നമുക്ക് അങ്ങനത്തെ ക്യാരക്ടറാണ് അങ്ങനെ ഇതിൽ ചെയ്തു വെച്ചത്. അതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ആരും ഡിസ്കസ് ചെയ്യാത്തത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്. അങ്ങനെ കുറച്ചും കൂടി അധികം ഹീ ഡിസേർവ്സ് എ ലോട്ട്. ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം പോലും കിട്ടാതെ പോയല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം മികച്ച നടൻ ഭ്രമയുഗം മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ, അഗെയിൻ ഗുഡ് പിക്ക്. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്, ഡെഫിനറ്റ്ലി ഗെയിം ചേഞ്ചറാണ് മലയാള സിനിമയിൽ. മികച്ച രണ്ടാമത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം. മഞ്ഞുമൽ ബോയ്സ് തൂക്കിയട്ടി 9 അവാർഡ് എങ്ങാണ്ടാണ് മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിലൊന്നാണ് ഇപ്പോൾ കോൺട്രവേഴ്സി ആയിട്ടുള്ള നമ്മളെ വേഡേഷിൻ്റെ അവാർഡിൻ്റെ പരിപാടി. അങ്ങനെ പ്രത്യേക ജൂറി പരാമർശത്തിന് ജ്യോതിർമയി, ബോഗൻവില്ല സിനിമ കണ്ടവർക്കറിയാം. ജ്യോതിർമയി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ക്യാരക്ടർ അങ്ങനെ അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അത്. പിന്നെ ദർശന രാജേന്ദ്രൻ പാരഡൈസ്, ലൈക്ക് ജ്യോതിർമയി പാരഡൈസിനൊക്കെ ഓക്കെ, അതെന്താ പറയുക, ഒരു വുമൻ സാധനം കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം എനിക്ക് അത്ര പാരഡൈസിൽ എനിക്കറിയില്ല, അത് ബാക്കിയുള്ളവർ പറയണം. ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ വെരി പേഴ്സണലാണ്. ഫൈൻ, സ്പെഷ്യൽ പരാമർശങ്ങളാണ്, അങ്ങനെ പോയി. പിന്നെ ടൊവിനോ, ARM, എഗെയിൻ അതങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, അവാർഡ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി സ്റ്റേറ്റ് അവാർഡ് ഉറപ്പിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണോ കമ്പയറിങ് ടു ഭ്രമയുഗം ഓർ ദിസ് എന്താ പറയുക, അത് കിഷ്കിന്ധാകാന്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതേപോലൊരു പ്രത്യേക ജൂറി പരാമർശത്തിന് അത് അർഹമാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസിൽ ടൊവിനോ. ഓക്കെ, അത്ര എഫേർട്ട് അതിലെടുത്തിട്ടുണ്ട്. ബട്ട് കമ്പയറിങ് ടു ഈ കിഷ്കിന്ധാകാന്ഡം അതിനൊരു പടി മുകളിൽ നിൽക്കും ആസിഫ് അലിയുടെ സാധനം. ഇതിൻ്റെ രണ്ടിനെയും മുകളിലാണ് സത്യത്തിൽ ഭ്രമയുഗത്തിലെ പോറ്റിന്നേ പറയാനുള്ളൂ. ഓക്കെ, നൻപകൽ നേരത്ത് മയക്കം, നൗ ദിസ്, ഇയാൾ റൂൾ ചെയ്യാട്ടോ ഇവിടെ. മറ്റത് നോക്കണ്ട, നാഷണൽ നോക്കണ്ട, ഇവിടെ അയാൾ റൂൾ ചെയ്യാണ്. ഓക്കെ, അഗെയിൻ സ്പെഷ്യൽ പരാമർശം ആസിഫ് അലിക്ക് ഉണ്ടായിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിൽ. ഫൈൻ. അപ്പോൾ ഇനിയാണ് നമ്മൾ വേടനിലേക്ക് പോകുന്നത്. ഇന്ന് 2 ന്യൂസാണ് വേടൻ്റെ വന്നത്.
ഒന്ന് വേടൻ്റെ കേസും കൂട്ടവും കാര്യമായിട്ടുള്ള പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് വിദേശത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള, വിദേശത്ത് പോകാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ കേസാണല്ലോ. അപ്പോൾ ആ കേസിന് കോടതിയിൽ നിന്ന് ഒരിളവ് കിട്ടിയിട്ടുണ്ട്. വിദേശത്തേക്ക് പോകാം, ട്രാവൽ ചെയ്യാം, പെർഫോമൻസിനൊന്നും വിഷയമല്ല, നിങ്ങൾ പോയി പെർഫോം ചെയ്തെന്നുള്ള സ്കീമിലൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടായിരിക്കണം മേ ബി ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു ദിവസം തന്നെയാണ് വേടൻ എന്ത് വരുന്നത്, സ്റ്റേറ്റ് അവാർഡ് കൂടി കിട്ടുന്നത്. വേടൻ ആസ് എ പേഴ്സൺ ഇൻ റിയൽ ലൈഫ്, ഓക്കെ, അയാളുടെ ഈ പരിപാടികളൊന്നും എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഞാൻ തന്നെ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഈ പറഞ്ഞ എന്താ പറയുക കഴിവേറി സൈഡ് ഉണ്ടല്ലോ അയാളുടെ, അത് അടിപൊളിയാണ്. പക്ഷേ അയാളുടെ റിയൽ ലൈഫുമായിട്ട് ഈ കഴിവുള്ള സൈഡ് ലൈഫിൻ്റെത് വെച്ച് നോക്കുമ്പോൾ, ആ ടാലൻറ്റും ഈ റിയൽ ലൈഫിലെ വേടനും വെച്ച് നോക്കുമ്പോൾ ഇത് ഇയാൾ എഴുതുന്നത് തന്നെയാണോ എന്നുള്ള സംശയം വരെ എനിക്ക് പല സമയത്തുണ്ടായിട്ട് ഞാനത് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത് അയാളുടെ പേരിൽ വരുന്നു, അയാൾ ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അയാളുടെ ആ കഴിവിൻ്റെ സൈഡ്, ടാലൻറ്റിൻ്റെ സൈഡ്, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് ഈ മഞ്ഞുമൽ ബോയ്സിന് പാട്ടിന് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്കൊരു പേഴ്സണലി തെറ്റും തോന്നിയിട്ടില്ല. ഓക്കെ, ഫോർ മീ, എനിക്ക് ആ പാട്ട് അത്രയും ഇഷ്ടമാണ്, നമ്മൾ അത്രയും ആഘോഷിക്കുന്നു. ഇപ്പോഴും പല റീലിലും വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എല്ലാവരും യൂസ് ചെയ്യും. കാരണം ഇത് ഞാൻ കണ്ടിട്ട് ചിലരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ സാധനം അടിക്കുന്നുണ്ട്, വയലാർ എഴുതുമോ, കൈതപ്പുറം എഴുതുമോ, ദേവരാജൻ എഴുതുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ, ONV എഴുതുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇരുന്ന് എഴുതി കൂട്ടുന്നുണ്ട്. ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറേ സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടു. ഞാനിവിടെ ഈ കുതന്ത്രതന്ത്രത്തിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം, അതിൻ്റെ ലിറിക്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വയ്ക്കാം. അതിൽ നിങ്ങൾ ഇതൊന്നും ഈ വരികൾക്കൊക്കെ എന്താ പ്രശ്നം? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല നമുക്ക് വിധിച്ചത്. ഇതിനെന്താ കുഴപ്പം? ഈ വരികളിലൊക്കെ ഞാനൊരു തെറ്റും കണ്ടിട്ടില്ല. ഈ വരികൾ ഇതൊക്കെ കിടിലം വരികളല്ലേ. ഇനിയുണ്ട്, ഇനി ഇതിൻ്റെ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ സെയിം പാട്ട് തന്നെ നമുക്കുണ്ട്. പെരിയാറിൻ്റെ അരുമകളല്ലേ, കാൽ തൊടുന്ന മണ്ണെല്ലാം മലിനമല്ലേ, അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുക പടലമല്ലേ. എന്താ പ്രശ്നം? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അയാൾ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഓക്കെ, അടിച്ചമർത്തപ്പെട്ട സൊസൈറ്റിയിലെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ നിന്നും സഫർ ചെയ്യുന്ന, പല കാരണങ്ങളാൽ ലൈഫിൽ സഫർ ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ്. ഇതിപ്പോൾ വയലാർ എഴുതുമോ, OMV എഴുതുമോ, ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റാപ്പ് ആയതുകൊണ്ട്, ഇത് ശുദ്ധ സംഗീതമല്ലാത്തത് കൊണ്ട് ഇതിന് കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും കാറ് പോകുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഈ പാട്ട് കേൾക്കാറുണ്ട്. ചില റീൽസ് നമ്മൾ ഇടുമ്പോൾ ചില അച്ചീവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഹാർഡ് ഏൺ അച്ചീവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് എത്രയോ പേരിടല്ലേ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. എടീ, ഇതിന് അവാർഡ് കിട്ടാൻ മാത്രം ഐറ്റം ഉണ്ട്, മനസ്സിലായോ? കേസും കൂട്ടവും കാര്യവും അയാളുടെ പേഴ്സണൽ ലൈഫും അയാളുടെ ചെയ്തികളും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് ഡിസർവിങ് അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിലായി? ഇത് ഡിസർവിങ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാളുടെ ആർട്ട് സൈഡാണ്. ആ സൈഡ് അപ്പോൾ പലർക്കും വന്ന് ചോദിക്കും, അപ്പോൾ ഗോവിന്ദച്ചാമി നാളെ വന്ന് എഴുതിയിട്ട് ഒരു സിനിമ എടുത്താലോ, നാളെ ഒരു കവിത എഴുതിയാലോ എന്ന് പലരും ചോദിക്കാതിരിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, എനിക്ക് അതിനൊരു ഉത്തരവില്ല കേട്ടോ, സീരിയസ്ലി അതിനൊരു ഉത്തരം പറയാനുമില്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ പാട്ടിന് ഈ പാട്ടിന് ഒരു സീനും എനിക്ക് തോന്നിയിട്ടില്ല. ഈ പാട്ടിന് അയാൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കല ആ ഒരു പ്രൊഡക്റ്റ് ഡിസർവ് ചെയ്യാണ്. അയാൾ എഴുതി വെച്ച, ആസ് എ ടാലൻറ്റ് വേടനെ എഴുതി വെച്ച ആ വരികൾ അത് ഡിസർവിങ് ആണ് ഈ ഒരു അവാർഡിന്. ഇനിയിപ്പോൾ പലരും പറയും അങ്ങുവാന് കോണിൽ മിന്നി നിന്നൊരമ്പിളി, അതൊരു ഗുഡ് സോങ്ങാണ്, അടിപൊളി സോങ്ങാണ്. പക്ഷെ അത്ര മോട്ടിവേറ്റിംഗ് അല്ല. ഇത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ഈ സാധനം. എപ്പോട്ട് ചെവിയിലിട്ട് കേട്ടാൽ ഇത് ഭയങ്കര മോട്ടിവേഷനാണ് ഈ പാട്ട്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ഈ സാധനം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. പിന്നെ റാപ്പ് മ്യൂസിക്കിന് ഒരിക്കലും, അല്ലെങ്കിൽ റാപ്പ് സംഗീതത്തിന് ആരെങ്കിലും അവാർഡ് കൊടുക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരോട് എന്തുത്തരം പറയാനാണ്? ഇനി മന്ത്രി വേടന് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. മികച്ച ഗാനരചയിതാവ് വേടൻ, ഗാനം കുതന്ത്രം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ചിത്രം മഞ്ഞുമൽ ബോയ്സ്,
50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചുമിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാമികവിന്. ഇത് ജൂറി എഴുതി കൊടുത്തത് അങ്ങേര് വായിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങേർക്ക് ഇതൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് പറഞ്ഞ വാക്കുകൾ കറക്റ്റാണ് ഞാൻ പറയുമ്പോൾ. കാരണം ആ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതം, മഞ്ഞുമല്ല ആ ടൂർ പോയ അവരുടെ ജീവിതം ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ ആ സിറ്റുവേഷന് കറക്റ്റ് വരികളാണത്. അടിപൊളി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല ആ സാധനം. പക്ഷെ ഇപ്പം ഈ കേസും കൂട്ടും കാര്യവും വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് സീനാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇയാളുടെ കല അല്ലെങ്കിൽ ഇയാളുടെ ഈ ടാലൻറ്റഡ് സൈഡ്, ഈ കലയുടെ സൈഡ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് പല പഠനങ്ങൾക്ക് വേണ്ടി ഇയാളുടെ പാട്ടുവരികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ വന്നത്. ഇപ്പോൾ മൈക്കിൾ ജാക്സണും ഇയാളൊക്കെ തമ്മിലുള്ള പഠനം എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്കിൾ ജാക്സന് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൻ്റെ കാര്യത്തിൽ ആരും ഒന്നും പറയുന്നില്ല, വേടൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നു. കലയുടെ സൈഡ് നോക്കുമ്പോൾ, ടാലൻറ്റിൻ്റെ സൈഡ് നോക്കുമ്പോൾ, ആർട്ടിസ്റ്റിൻ്റെ സൈഡ് നോക്കുമ്പോൾ അയാളുടെ ആർട്ട് വർക്കുകൾ, അയാളുടെ ടാലൻറ്റുകൾ, അതങ്ങനെയാണ്. ഈ നടന്മാർക്കും നടിമാർക്കും ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രിവിലേജ് ഇതാണ്. എന്താ പറയുക, അയാളുടെ നല്ല വർക്ക് വരുമ്പോൾ, അപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളുടെ വിനായകൻ. ചെങ്ങായി എന്തൊക്കെ പിഴപ്പുകേട് കാണിച്ചാലും, എന്തൊക്കെ വിളിച്ച് പറഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ അയാളെ വിമർശിച്ച് ട്രോൾ ചെയ്യാലും, അയാളുടെ ഒരു നല്ല സിനിമയിൽ ഒരു നല്ല പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് നേരെ ഉൾട്ടാവും എല്ലാ കാര്യങ്ങളും. മനസ്സിലായത്? അവർക്ക് മാത്രമുള്ളൊരു സ്പെഷ്യൽ പ്രിവിലേജാണ് സൊസൈറ്റിയിൽ. ഒരു നല്ല വർക്ക് മതി. സ്പോർട്സ് ഫാൻസിനൊക്കെ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു നല്ല ഇന്നിങ്സ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ആഹാ എന്ന് പറയും. മനസ്സിലായോ? എല്ലാം മറക്കും, പഴയ ഫോം ഔട്ടൊക്കെ. ഒരു നല്ല ഇന്നിങ്സ് വന്നു കഴിഞ്ഞാൽ ആഹാ. അത് അവരുടെ ഒരു സംഗതിയാണ്, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ഈ സൈഡിൽ ഞാൻ വെക്കട്ടെ, കമൻറ്റ് ബോക്സ് പൊട്ടി ഒരിക്കുകയാണ്. ഒരു രക്ഷയില്ല. മറ്റേ സ്വാഭാവികമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിലൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് ഫണ്ടഡായിട്ടുള്ളൊരു അവാർഡ് മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി. അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ഓരോ കമൻറ്റുകളും നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ഹെയ്റ്റ് കമൻറ്റ് ബോക്സിലുണ്ട്. ഇനി വേറെ എന്താ പറയുന്നത് നോക്കാം. സന്തോഷമുണ്ട്, അതാണ് ഭയങ്കര ഹാപ്പിയാണ്. സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. നമ്മൾ കുറച്ചു നേരം ലൈക്ക് ഇരുന്ന് കാണുമായിരുന്നു. ഇതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ സന്തോഷത്തിലാണ്. ഞങ്ങൾ നേരെ കാത്തിരിക്കുകയായിരുന്നു, ഇത്തവണ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട്. ഈ വേടൻ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനുള്ള ഒരു അംഗീകാരം കൂടിയല്ലേ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കലാകാരൻ പറയുന്ന രാഷ്ട്രീയത്തിനും കൂടിയുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിന്. പിന്നെ നമ്മൾ എടുക്കുന്ന പണി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വേടൻ വേട്ടയാടുപെടുകയാണ് വേറൊരു പലതരത്തിലും. അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം സത്യത്തിൽ ഈ അവാർഡ് നൽകുന്നില്ലേ? സന്തോഷമുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. ജീവിതമൊക്കെ പഴയ പോലെയൊക്കെ തന്നെ. പിന്നെ പിടിച്ചതെല്ലാം പുലിവാലിടാ, കണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ. വേടനോട് അതിൻ്റെ 2 വരി പാടാൻ പറഞ്ഞപ്പോൾ പാടിയ വരികൾ നിങ്ങൾ കേട്ടോ. പിടിച്ചതെല്ലാം പുലിവാലിടാ, കണ്ട മൃഗത്തിൻ്റെ തോലിടാ. പണി അറിയട്ടെ ഈ ചെങ്ങായിക്ക്. പണി അല്ലെങ്കിൽ ആ വരി മാത്രം എങ്ങനെ പറയും? പിടിച്ചതെല്ലാം പുലിവാലിടാ, കണ്ട മൃഗത്തിൻ്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ. ആ സാധനം തന്നെ പാടിയോടെ വെച്ചു. ഞാൻ എഗെയിൻ പറയുന്നു, പേഴ്സണൽ ലൈഫിൽ അയാൾ ചെയ്ത് വെച്ച കാര്യങ്ങളൊന്നും വെടിപ്പല്ല. ഒന്നും വെടിപ്പല്ല. ബട്ട് അയാളുടെ ടാലൻറ്റഡ് സൈഡ്, അയാളുടെ ആർട്ടിസ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഈസ് ഡാം സ്ട്രോങ്. അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിനകത്തുള്ള സംശയം ഇപ്പോഴും സംശയമായിട്ട് തന്നെ കിടക്കുന്നത്, ഇതൊക്കെ ഇയാൾ എഴുതുന്നത് തന്നെയാണോ? പല വലിയ റൈറ്റേഴ്സ് ഓർ സിംഗേഴ്സൊക്കെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാറുണ്ട് അവർക്ക് വേണ്ടി വേറൊരാളായിരുന്നു ചെയ്തത്, അവർ ജസ്റ്റ് അത് പ്രൊജക്റ്റ് ചെയ്യായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു ലൈറ്റാണോ എന്ന് അറിയാൻ പാടില്ല വേടൻ്റെ കേസിൽ. ബിക്കോസ് വേടൻ്റെ പേഴ്സണൽ ആൻഡ് ദിസ് ആർട്ടിസ്റ്റ് ലൈഫ് രണ്ടാണ്. നമ്മൾ കാണുന്ന റിയൽ ലൈഫിൽ ചെങ്ങായി ഇങ്ങനെ പാടി എഴുതി ഭയങ്കര സംഭവമായിട്ട് നിൽക്കും. പേഴ്സണൽ ലൈഫിൽ നോക്കുമ്പോഴത്തേക്കും കാറ്റഴിച്ചു വിട്ട ബലൂണാണ് ഇയാൾ. അപ്പോൾ വേടൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കോൺട്രവേഴ്സി വിൽ ഹാപ്പൻ. ലൈക്ക് ഇപ്പോൾ വിഷക്കലയെ പോലുള്ള ആളുകൾക്ക് ഇതിനിടയിൽ ഞാനൊരു പ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു.
പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് റാപ്പ് സംഗീതമാണോ വേണ്ടത്, റാപ്പ് സംഗീതത്തിൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളും, പിന്നെ സംഘപരിവാറിനെതിരെ കുറേ സംസാരിച്ചതും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് പറയുന്ന വേടനായതുകൊണ്ട് അവാർഡ് കിട്ടിയാലൊക്കെ ഇനി കുറച്ച് പേർക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള സ്കീമുകൾ കുറച്ചിങ്ങോട്ട് കുത്തിത്തിരിപ്പ് ഇറങ്ങി വരും. ഓക്കെ, ഈ പ്രകാശ് രാജ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേടൻ ഈ ഒരു നോമിനേഷനിൽ അവാർഡ് കൊടുത്ത ജൂറിയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങേരും ഉണ്ട്. അപ്പം അങ്ങേര് പറഞ്ഞേ കേൾക്കാം. Vedan. See, Vedan, we liked it because people may think, the regular classical songs get awards. It's a rap. But that is the sound of the younger generation today. And more than just, it is not just an irresponsible music. And the song had life's aspirations and dreams of the youngsters. And there was a layered whole story of the characterization in that film. So a song, instead of being individual, as I said, many crafts tell a story, and that song told the story of Manjumal Boys and created that, wanted the beginning for that film. And I think it's a very new sound, it's a youngster's sound, and that is how they sing, that is how they express. And we thought that we need to recognize that surge, that energy in that song. പ്രകാശ് രാജ് പറഞ്ഞതിനപ്പുറം വേറൊരു പോയിന്റ് ഇതിൽ വെക്കാനില്ല. ബിക്കോസ് ആ സിനിമ ഡിമാൻഡ് ചെയ്ത ആ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്ത ആ സിനിമയുടെ ദ ഹോൾ സ്റ്റോറി മൊത്തത്തിൽ സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഇമോഷൻസ് ഒക്കെ ഉൾക്കൊണ്ട് കാണുന്ന പ്രേക്ഷകർക്ക്, കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് വളരെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഒരു എവർഗ്രീൻ സാധനം പോലെ നിൽക്കുന്ന രീതിയിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് വേടൻ. ജൂറിക്ക് അതെങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? അവിടെ ജൂറിക്ക് അതെങ്ങനെ അപ്പോൾ അവിടെ ഇഗ്നോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ? സോ അത്രയും കൺവിൻസിങ് ആണ് ആ സാധനം. അപ്പം അതിൻ്റെ മുകളിൽ ഇനിയും ഈ പറഞ്ഞ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ പേഴ്സണൽ ലൈഫ് നന്നാക്കുക എന്നുള്ളത് അയാളുടെ കയ്യിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് പ്രൊഫഷണൽ ലൈഫിൽ ഓഡിറ്റ് വരും എന്നുള്ളതൊക്കെ വേണം തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ അയാൾ ശ്രമിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. വേടന് ഈ ഒരു അവാർഡ് കിട്ടിയത് ആ ഒരു പെർട്ടിക്കുലർ സോങ്ങിന്, ബിക്കോസ് ആ സോങ് ആണ്, ആ ഒരു പെർട്ടിക്കുലർ എഴുത്താണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഈസ് എ സൂപ്പർബ് വൺ, അതൊന്നും പറയല്ല ആ കാര്യത്തിൽ. അപ്പോൾ അതിന് കിട്ടിയതിന് ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി സീനൊന്നുമില്ല. ഓക്കെ, എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. എഗെയിൻ ഞാൻ പറയുന്നു, എനിക്ക് ഈ എൻറ്റയർ അവാർഡ് പ്രഖ്യാപനത്തിൽ വിജയരാഘവൻ്റെ അത് കുറച്ച് സൗബിനെ മാറ്റി വിജയരാഘവനാക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ.